Hi friends, once again welcome to my video blog Ajay Tech Tips. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് വളരെ വിഷമമുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതെന്താ ഏതാ പറയുന്നതിന് മുമ്പ് ടെക് അപ്ഡേറ്റ്സിനും ടെക് വീഡിയോസിനും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അജയ് ടെക് ടിപ്സ് എന്നുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. പക്ഷേ ഈ വീഡിയോയ്ക്ക് ഞാൻ ലൈക്കും കമന്റും ഒന്നല്ല നോക്കുന്നത്, മാക്സിമം ഷെയറിംഗ് ആണ് നോക്കുന്നത്. നേരെ വീഡിയോയിലോട്ട് പോകാം. സൈബർ ബുള്ളിങ്. നമുക്കറിയാം, ഇന്ന് സൈബർ ബുള്ളിങ് കൊണ്ട് വളരെയധികം കണ്ടന്റ് ക്രിയേറ്റേഴ്സും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസേഴ്സിനും ഭയങ്കര ബുദ്ധിമുട്ടായി നിൽക്കുകയാണ്. അപ്പോൾ അതെന്താണ് കാര്യം? സൈബർ ബുള്ളിങ് അല്ലെങ്കിൽ സൈബർ അറ്റാക്ക്. സൈബർ അറ്റാക്ക് ഇന്ന് കേരളത്തിൽ രണ്ട് പ്രശസ്ത യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എഫക്റ്റ് ചെയ്തു. രണ്ട് പ്രശസ്തമായ ഇൻഫ്ലുവൻസേഴ്സ്, ഒരാൾ ഇൻസ്റ്റാഗ്രാമിലാണ്, ഒരാൾ യൂട്യൂബിലും. അപ്പോൾ അതിൽ ആരാന്ന് നിങ്ങൾ തംബ്നെയിൽ, ഒരാളുടെ ഞാൻ തംബ്നെയിലിൽ ഇട്ടിട്ടില്ല, രണ്ടാളുടെ ഇട്ടിട്ട്, കാരണം വളരെ വിഷമമുള്ള ഒരു കാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാക്സിമം ആയിട്ടില്ല. അപ്പോൾ ഒന്ന് നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു ടെക്കിയാണ്. അറിയാം, സഞ്ജു ടെക്കിയുടെ ഇപ്പോൾ ഉണ്ടായ കോൺട്രവേഴ്സറീസ്, അതായത് സഞ്ജു ടെക്കിയുടെ ലൈസൻസ് ലൈഫ് ടൈം ബാൻ ചെയ്ത് RTO കൊടുത്തു. അപ്പോൾ അതെന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സഞ്ജു ടെക്കിയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാം. അതിനെപ്പറ്റി MVDനെ ഞാൻ കുറ്റപ്പെടുത്തുന്നതുമില്ല, കാരണം അവർക്ക് അതിൻ്റെ പ്രിവിലേജ് ഉണ്ട്, ഡിസ്ക്രിപ്ഷനും ഉണ്ട്. അതേപോലെ തന്നെ സഞ്ജു ടെക്കിക്ക് വേണമെങ്കിൽ ഇനി കോർട്ട് പോയിട്ട് സ്റ്റേ വാങ്ങി അല്ലെങ്കിൽ അതിന് അപ്പീൽ പോകാനുള്ള ഓപ്ഷനും ഉണ്ട്. അപ്പോൾ അത് നോക്കാം. സഞ്ജു ടെക്കി എന്ന് പറയുന്ന വ്യക്തി താഴെക്കടയിൽ നിന്ന് വളരെ അധ്വാനിച്ച്, ഇപ്പം പല കമൻറ്റോളികൾ അങ്ങനെ തന്നെ പറയും, കമൻ്റ് ഇടണം, ഈ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ കമന്റ് ബോക്സ് പോയി സഭ്യവും അസഭ്യവുമായ വാക്കുകളിൽ കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവർ ചെയ്യുന്നതാണ് ഏറ്റവും വിഷമകരമായിട്ടുള്ള കാര്യം. അവരൊന്നുമായിട്ടില്ല, അവരൊന്നുമല്ലതാനും, അവരാണ് ഈ ഒരു കമന്റ് ഇടുന്നത്. അതിന് ഏറ്റവും ഒറ്റ മറുപടി പറഞ്ഞാൽ അസൂയ മാത്രമേ ഉള്ളൂ. അതിന് പറയാനുള്ള ഉദാഹരണങ്ങൾ പറഞ്ഞത്, സഞ്ജു ടെക്കി എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി ചെറുകിടയിൽ നിന്ന് വന്ന് പടിപടിയായി ഉയർന്നു വന്ന ഒരു വ്യക്തിയാണ്. പിന്നെ എല്ലാവരും ചോദിക്കും, എന്താ നിന്റെ പണി? ഇതാണ് സഞ്ജുവിൻ്റെ ജോബ്. അതായത് വീഡിയോസ് എടുക്കുക, കണ്ടന്റ് എഴുതുക, വീഡിയോസ് എടുക്കുക, ഷൂട്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതാണ് സഞ്ജു ടെക്കിയുടെ ജോബ്. ഇപ്പം എല്ലാവരും പറയും, അവൻ്റെ ഇതിൽ ഞാൻ വായിച്ചല്ലേ, നിനക്ക് പണിക്ക് പോയിക്കൂടെ? ഇതന്നെയാണ് മക്കളെ പണി. നിങ്ങളെന്താ, നിങ്ങൾക്ക് ഇവർക്കെതിരെ ചീത്ത വിളിച്ചും കമൻ്റ് ഇടുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും റെമ്യൂണറേഷൻ ഉണ്ട്? ഇത് ഇവരുടെ അന്നമാണ്. പണ്ട് കാലത്തെ പോലെ കിളപ്പണി മാത്രമല്ല ജോബ്. ഇന്ന് വ്ളോഗിങ് ഒരു പ്രൊഫഷനാണ്. നിങ്ങൾക്കിത് കാണാം, സ്ക്രീനിൽ കാണാം. അതായത് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ് കേരളത്തിലെ നമ്പർ 1 ബിൽഡേഴ്സാണ് ലാൻഡ്മാർക്ക് ബിൽഡേഴ്സ്. അവരിപ്പോൾ പുതുതായിട്ട് അവരുടെ സ്ഥാപനത്തിലേക്ക് ഒരു ഓപ്പണിംഗ് വന്നിരിക്കുക. വാണ്ടഡ് വ്ളോഗേഴ്സ്, നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. വ്ളോഗിങ് ചെയ്യണം, അവരെ കമ്പനിക്ക് വേണ്ടി ഓരോ പ്രോപ്പർട്ടീസിൽ പോയി വ്ളോഗ് എടുത്ത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വ്ളോഗേഴ്സിന് ആവശ്യമുണ്ട്. ഇപ്പൊ ഇറ്റ് ഈസ് എ പ്രൊഫഷൻ. ഇതന്നെയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് സുജിത് ഭക്തനും പറഞ്ഞു. ഇത് അസൂയ ബേസ് ചെയ്തിട്ട് ഇപ്പൊ സഞ്ജു ടെക്കിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. ഈ കമന്റ് ഇട്ട ആൾക്കാർക്ക് എന്തെങ്കിലും അത് ബാധിച്ചിട്ടുണ്ടോ? അവരെന്തിനാണ് കാണുന്നത്? അവർക്കൊരു വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ, എനിക്കിപ്പോൾ ചില സിനിമാ നടന്മാരെ സിനിമ ഇഷ്ടമല്ല, ഞാൻ എന്തിനാണ് ആ പടം കാണുന്നത്? ഞാൻ നടന്മാരെ പേര് എടുത്തു പറഞ്ഞില്ല, അവർക്ക് ഡെഫോമേഷന് കേസും ഫയൽ ചെയ്യാൻ പറ്റില്ല. എനിക്ക് ചില ഹിന്ദി പടങ്ങൾ ഇഷ്ടമല്ല. അതിച്ചിട്ട് ഞാൻ ആ പടങ്ങളുടെ താഴെ കയറിയിട്ട് കമൻ്റ് ഇടാണോ? എന്തിന്? നിങ്ങൾക്ക് വേണ്ടെങ്കിൽ മാറിപ്പോവാം. അതാണ് സഞ്ജു ടെക്കി ഭാഗ്യവശാൽ കുറച്ച് ബോൾഡായ ഒരു പയ്യനാണ്. എന്തും അതിൻ്റെ ഒരു പോസിറ്റിവിറ്റിയിൽ കാണുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആൾ ഒരു കടുങ്കയും ചെയ്തില്ല. കാരണം അയാളുടെ കമന്റ് ബോക്സ് അങ്ങനെ തന്നെ ഇനി ജീവിക്കേണ്ട, എനിക്കൊരു ഡ്രൈവറെ വെച്ചോടെ, അത് പോസിറ്റീവാണ്, ഡ്രൈവറെ വെച്ചോടെ, അല്ലെങ്കിൽ നിന്റെ ഭാര്യ ഓടിക്കും, നീ വണ്ടി തൊടണ്ട പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഞാൻ വായിച്ചു. ഭയങ്കര വിഷമമാണ്. പക്ഷെ ആളത് പോസിറ്റീവായിട്ട് എടുത്തു. ആളുടെ ലവറേയും കൊണ്ടുപോയി എന്ത് ചെയ്തു, കാറ് ഓടിപ്പിച്ചിട്ട് വണ്ടി എടുത്തു. യാത്ര ചെയ്യുന്നതിന് കേസില്ലല്ലോ. ഓക്കെ, സഞ്ജുവിൻ്റെ അത് ആൾക്ക് പറ്റിയ മിസ്റ്റേക്കാണ്, അത് ഓക്കെയാണ്. പക്ഷെ അതിലും മോശമായി ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ ഇന്ന് കേരളത്തിലുണ്ട്.
ഇതിന്റെ താഴെ നെഗറ്റീവ് കമന്റ്സ് തെറി രൂപത്തിൽ വന്നാൽ ഞാൻ സൈബർ സെല്ലിൽ പെറ്റീഷൻ കൊടുത്ത് ആളെ ഞാൻ കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും ഫേക്ക് ഐ ഡി എന്നിട്ട് എങ്ങനെ നീ കണ്ടുപിടിക്കുന്നു? പറ്റും, ഞാൻ സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയർ ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഫേക്ക് ഐ ഡി എന്നിട്ടാലും ആളെ ഞാൻ ഐഡന്റിഫൈ ചെയ്യും. അത് ഈസി ആയിട്ട് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ കോൺഫിഡൻസ് അല്ല, അഹങ്കാരം തന്നെയാണ്. ഇനി ഇതിന്റെ താഴെ ഇട്ടോ നമുക്ക് നോക്കാം. ഞാൻ വെല്ലുവിളിക്കാം, നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അഴിയെണ്ണിക്ക് മക്കളെ എൻ്റെ കമന്റ് ബോക്സിൽ ഞാൻ സഞ്ജു ടെക്കിയല്ല, ആളത് പോസിറ്റീവ് എടുത്തു, ഞാൻ അത് പോസിറ്റീവായിട്ട് എടുക്കില്ല. വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ കമന്റ് ഇട്ട് നോക്ക്, നിങ്ങളെ പുട്ടിന്റെ ബിഹൈൻഡ് ദ ബാസ് ചീത്ത വാക്കുകൾ ഉപയോഗിച്ചാൽ. ഓക്കെ, അപ്പൊ അത് വിട്. അപ്പൊ അവർക്ക് ആ രീതിയിൽ ചെയ്യാം. ആള് പാവം അതൊന്നും ചെയ്തില്ല, കാരണം ആള് ഡീസന്റ് ആണ്. ആളിന് പല പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പല യൂട്യൂബേഴ്സും അവർക്ക് ഫസ്റ്റ് സിൽവർ പ്ലേ ബട്ടൺ കിട്ടിക്കഴിഞ്ഞാൽ അത് അൺബോക്സ് ചെയ്യാൻ എന്താ ഒന്നെങ്കിലും റിസോർട്ടിൽ പോകും, അല്ലെങ്കിൽ അമ്പലത്തിൽ പോകും, അല്ലെങ്കിൽ പള്ളിയിൽ പോകും. എന്നിട്ട് അവിടെ നിന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഇടും. സഞ്ജു ടെക്കി മാത്രം വൃദ്ധസദനത്തിൽ പോയി അവിടുത്തെ അച്ഛനമ്മമാരെ കൂടിയിരുന്ന ഭക്ഷണം അവർക്ക് ബിരിയാണി കൊടുത്ത് കൂടെ അവൻ്റെ സിൽവർ പ്ലേ ബട്ടൺ അൺബോക്സും ചെയ്തു. അത്രയും നല്ലൊരു മനസ്സിന് ഉടമയാണ് ആള്. ആളുടെ കുറച്ച് ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ട്. അത് ഞാൻ ആളെ എനിക്ക് പൈസ തന്നിട്ടല്ല, ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ ആളെ ഫാനും അല്ല, ഞാളുടെ വീഡിയോ കാണില്ല, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കൊരു ഫാൻ അഡിക്ഷൻ. ഇനി അടുത്തത് അത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. ഒരു പെൺകുട്ടി ഇതേപോലെ അവർ ലവറായിരുന്നു, സെപ്പറേറ്റ് ആയപ്പം രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിരുന്നപ്പം ഫാൻ ബേസ് ചേരി തിരിഞ്ഞ് ഈ കുട്ടിയുടെ കമന്റ് ബോക്സിൽ വളരെ മോശമായിട്ട് കമന്റ് ഇട്ടു. ആ കുട്ടി സൂയിസൈഡ് ചെയ്തു. എന്തിൻ്റെ ആവശ്യമാണ്? ഒരു ജീവനാണ് പോയത്. സത്യം പറയാമല്ലോ, കേരളത്തിൽ മാത്രമേ ഇത് കണ്ടുവന്നിട്ടുള്ളൂ, മലയാളികൾ മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ കുട്ടികളുടെ വീഡിയോ ഒക്കെ വെച്ചിട്ട് എത്രയോ പേര് വീഡിയോ ചെയ്യുന്നുണ്ട്. അതിലൊക്കെ പോസിറ്റീവ് കമന്റ് ആണ് ഇടുന്നത്. അതിലും നെഗറ്റീവ് കമന്റ് ഇട്ടത് മലയാളീസാ. പമ്മീൻ്റെ ഒക്കെ വീഡിയോയിൽ സുഹേൽ വ്ളോഗറിൻ്റെ അവരെ കുട്ടീൻ്റെ മരണം കാണണമെന്ന് വരെ അതിലിട്ടിട്ടുണ്ട്. അതേപോലെ നമുക്കറിയാം സുജിത് ഭക്തനും ഈ ബുൾജറ്റും തമ്മിലുള്ള ഇഷ്യൂടെ പേരെടുത്ത് പറയുന്നുണ്ട്. ഈ ബുൾജറ്റിന്റെ ഫാൻസ് സുജിത് ഭക്തനെ കയറിയിട്ട് വളരെയധികം പൊങ്ങാലിയിട്ടിട്ടുണ്ട്. സത്യം പറയുന്നത് നമുക്ക് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. അതിന് പ്രതികരിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരു കാര്യം കൂടി ഉണ്ട്. സുജിത്തിന്റെ വൈഫ് അന്ന് പ്രഗ്നന്റ് അല്ല, ആ ടൈമിൽ പ്രഗ്നന്റ് ആണ്. ആ ടൈമിൽ സുജിത് ഭക്തന്റെ വൈഫിനെ കുറിച്ച് വളരെ മോശമായിട്ട്, കുട്ടീനെ പറ്റിയിട്ടൊക്കെ, ജനിക്കാൻ പോകുന്ന കുട്ടീനെ പറ്റി വരെ മോശമായിട്ട് കമന്റ് ഇട്ടതാണ്. നമ്മൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആണ്, 100% സാക്ഷരത ഉണ്ട് എന്ന് പറയുന്ന ഈ മലയാളികൾ ചെയ്തിട്ടുള്ളത്, ഫാൻ ബേസ് തിരിഞ്ഞിട്ട്. അതേപോലെ തന്നെ സുജിത്തിന് പണ്ട് വൈഫ് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പ് അവളെ വളരെ മോശം വേർഡ്സ് യൂസ് ചെയ്തിട്ടും ചെയ്തിട്ടുണ്ട്. സൈബർ ബുള്ളിങ്. ഈ ബുള്ളിങ്ങിന് അവർ കേസ് ഫയൽ ചെയ്തില്ല. ഞാൻ എന്നെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേസ് ഫയൽ ചെയ്യുക, ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു എക്സ്ക്യൂസ് ഇല്ല. അതെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത് ഞാൻ ഇവിടെ റിവീൽ ചെയ്യാം. അതായത് നിങ്ങളൊരു കമന്റ് നിങ്ങളുടെ ഫോണിൽ നിന്ന് ഫേക്ക് ഐ ഡിന്ന് ഇട്ടാൽ പോലും, ഫേക്ക് മെയിൽ ഐ ഡിന്ന് ഇട്ടാലും അതിൽ പിന്നീട് ലോഗിൻ ചെയ്തിട്ടുള്ള ഒറിജിനൽ ഐ ഡിന്റെ വരുമ്പോൾ ഇതേ IP അഡ്രസ്സും MAC അഡ്രസ്സും ആണ്. അത് ഞങ്ങളെ പോലെയുള്ള സൈബർ സെക്യൂരിറ്റി എഞ്ചിനീയേഴ്സ് അത് മാസ്ക് ചെയ്തിട്ട് വിത്തിൻ 10 minutes അല്ലെങ്കിൽ ഹാഫ് ആൻ അവർ കൊണ്ട് ആളെ പൊക്കിയിട്ടുമുണ്ട്. പണ്ട് ഓണർ ഫോൺ ബാൻ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ പഴയ വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. വളരെ മോശമാണ്, ചാത്തൻ ഫോണാണ്, അത് ബാൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ടേന് ഒരുത്തൻ എന്നെ പച്ചയ്ക്ക് വിളിച്ചു. വിത്തിൻ സെക്കൻഡ്സ് ഞാൻ അവൻ്റെ ഒറിജിനൽ ഐ ഡിയും പിടിച്ചു, അവൻ്റെ ഫോൺ നമ്പറും കൊടുത്തു, അവനെ ഞാൻ വിളിച്ചു, അവനോട് സോറി പറഞ്ഞു, ആ കമന്റ് റിമൂവ് ചെയ്തു. അത് ഞാൻ ഇപ്പോഴായിട്ടല്ല പറയാൻ ചെയ്യാൻ പറ്റും, കാരണം അതിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പെൺകുട്ടി മരിച്ചു. ശരിക്കും ആ കമന്റ് ഇട്ട ആൾക്കാർ ഇതേപോലെ പോലീസുകാർ കണ്ടുപിടിച്ച്, ഈ രീതിയിൽ കണ്ടുപിടിച്ച് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനത്തെ കമന്റോളികൾ ഇല്ലാതെ ഉള്ളൂ. നിങ്ങൾക്കറിയാം, ഇതിന് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, വയനാടൻ വ്ളോഗറിൻ്റെ ഒക്കെ കമന്റ് ബോക്സ് എടുത്ത് കഴിഞ്ഞാൽ വളരെ മോശം. അതൊരു ഫാമിലി ആയിട്ട് വീഡിയോ ചെയ്യുന്നതിന് ഇവർക്ക് എന്താണ് നഷ്ടം? ഞാൻ പറയാം, വിദേശ വീഡിയോസിലൊക്കെ പല ഇങ്ങനത്തെ ഫാമിലി കപ്പിൾസിന്റെ ഒക്കെ നമ്മൾ കാണുന്നതാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ ഞാൻ പറഞ്ഞ സുഹേൽ വ്ളോഗർ, അതേപോലെ തന്നെ നമ്മൾ വേറെയും കാണാറുണ്ട്. അതിലൊന്നുമില്ല. ഇത് ഒരു കൂട്ടം ആൾക്കാർ സ്ഥിരമായിട്ടിരുന്നിട്ട് കമന്റ് ഇടാണ്. അവർക്ക് എന്താ പണി? അവർക്ക് ഇതിൽ എന്താ റെമ്യൂണറേഷൻ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള ഇഷ്യൂസിൽ ഗവൺമെന്റ് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു ഓർഡർ കൊണ്ടുവരണം. സ്വമേധയാ കേസ് എടുക്കണം. ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് വന്ന് ആരെങ്കിലും റിപ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ അവരെ കണ്ടുപിടിച്ച് ഒരു 2 പേരെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇത് നിൽക്കാവുന്നതേ ഉള്ളൂ.
ഇപ്പം സഞ്ജു MVD പ്രശ്നത്തിൽ ഇവരെന്തിനാ കമന്റ് ഇടുന്നത്? നിനക്ക് പണിക്ക് പോയിക്കൂടെ? ഇതാണ് ഇവരെ പണി. ഞാൻ കാണിച്ചു തന്നെ നേരത്തെ വ്ളോഗിങ് പറഞ്ഞിട്ട് വാണ്ടല്ലോ ഇട്ടിട്ടില്ല. വ്ളോഗിങ് ഈസ് എ പ്രൊഫഷൻ. അത് ഈ മണ്ടന്മാരായ ആൾക്കാർക്ക് അറിയില്ല. ഒന്നാമത് അവർക്ക് ഒരു കഴിവുമില്ല. അപ്പൊ പിന്നെ എന്താ, കുറെ വീഡിയോ നോക്കും, റീൽസ് ഇങ്ങനെ നോക്കും, എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ സഞ്ജു ആണ്, അല്ലെങ്കിൽ വയനാടൻ വ്ളോഗറാണ്, കട്ടക്കട്ട 4 പണി. അസൂയ. കാരണം സഞ്ജു സ്പ്ലെൻഡറിൽ നിന്ന് അല്ലെങ്കിൽ പാഷനിൽ നിന്ന് ഇന്നുള്ള ഈ ടൊയോട്ടയും ഈ ബെൻസും ഒക്കെ എടുത്തപ്പോഴുള്ള അസൂയ. പണ്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന് കുറച്ച് പൈസ ഉണ്ടാക്കി വന്നാൽ നമ്മുടെ നാട്ടിലുള്ള കവലയിലുള്ള ആൾക്കാർ ഓനെ അവിടെ കള്ളക്കടത്ത പെണ്ണാണെങ്കിൽ വേറെ എന്തോ ആണ്. ഇത് പറയും. ഇതന്നെയാണ് ഇവിടെ ഇവർക്ക് പൈസ ഉണ്ടാക്കി. ഇത് തിന്നിന്റെ അതിൽ പറഞ്ഞ സഞ്ജുവിന് തിന്നിട്ട് എല്ലിന്റെ ഇടയിൽ കുത്തി. അവൻ തിന്നിട്ട് എന്താ എല്ലിന്റെ ഇടയിൽ കുത്തിയത്? അവന്റെ ലൈഫ് സ്റ്റൈല് മാറി. കാരണം അന്ന് സ്പ്ലെൻഡർ ഓടിച്ചാളല്ല, അവൻ പടിപടിയായിട്ട് കയറി യൂട്യൂബിൽ നിന്ന് വീഡിയോ ഉണ്ടാക്കി, വരുമാനം ഉണ്ടാക്കി. അത് ജെനുവിനായിട്ടുള്ള പൈസയാണ്, അല്ലാണ്ട് ഫേക്ക് അല്ല. അവന് കഴിവുണ്ട് ആ വീഡിയോ ചെയ്യാനുള്ളത്, അവൻ അത് ചെയ്തു. അവനെ കാണാൻ പ്രേക്ഷകരുണ്ട്, അവര് കണ്ടു, ലൈക്ക് ചെയ്ത്. നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാലും അവന്റെ പൈസ തന്നെയാ കിട്ടുക. അത് ഈ മണ്ടന്മാർക്ക് അറിയില്ല. സത്യം. നിങ്ങൾ ഇടുന്ന ഓരോ നെഗറ്റീവ് കമന്റും അവനുള്ള പൈസയാണ്. കാരണം നിങ്ങൾ ആ കമന്റ് കാണാൻ അവന്റെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ യൂട്യൂബ് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ വരുന്ന ആഡ് കണ്ടു കഴിഞ്ഞാൽ മതി, അവന്റെ അക്കൗണ്ടിലേക്ക് പൈസ. അത് ഈ പൊട്ടന്മാർക്ക് അറിയില്ല. സത്യം പറയാം. കേരളത്തിൽ ഇത്രയും മണ്ടന്മാരായ ആൾക്കാരുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ യൂട്യൂബും ഫേസ്ബുക്കും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ സഞ്ജുവിനെതിരെ വളരെ ഈ യൂട്യൂബർമാരൊക്കെ വളരെ വേസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരാൾ കമന്റ് ഇട്ടു. അയാൾ ചെയ്ത പണി എന്താ അറിയോ? അയാളുടെ ഫേസ്ബുക്കിൽ അയാൾ റീൽസ് ഇട്ടില്ല. അതൊരു 10-20 ഇതേ ഉള്ളൂ. അയാളുടെ ഫേസ്ബുക്കിലെ സഞ്ജുവിന്റെ കമന്റ് ഇട്ടതാ. ഞാൻ നോക്കുമ്പോൾ സ്വന്തം കുട്ടി, പിന്നെ 3-5 വയസ്സുള്ള കുട്ടീനെ വീട്ടിൽ പ്രൈവറ്റ് മിനി ബാർ ഉണ്ട്, അതിലിരുന്ന് വെള്ളമടിക്കുക. കുട്ടീനെ മുമ്പിൽ വെച്ചിട്ട് ഒരു ഡിസ്ക്ലൈമറും ഇല്ല, അതിലിട്ടില്ല. ഇയാളെ ശരിക്കും അബ്കാരി ആക്ടിൽ ബുക്ക് ചെയ്യാണ് വേണ്ടത്. പക്ഷെ ഇയാളെ വീഡിയോ ആരും കാണാനില്ല. 3-5 ആൾക്കാർ കണ്ടിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇവിടെ ഇടുന്നില്ല. അയാൾക്ക് വേണമെങ്കിൽ ഡെഫമേഷന് കേസ് കൊടുക്കുക. അപ്പൊ ഒരു അച്ചായനാണ്. അപ്പൊ ആ അച്ചായനോട് പറയാനുള്ളതാണ്, നിങ്ങളുടെ വീഡിയോ കാണാൻ ആരുമില്ല. ആ അസൂയം വെച്ചിട്ട് മില്യൺ വ്യൂസ് ഉള്ള സഞ്ജുവിനെ ആക്കി കഴിഞ്ഞാൽ ഒന്നും ആവില്ല. അത് അത്രയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന ഒരു മണ്ടത്തരമുണ്ട്. ഞാനിപ്പോൾ അത് എടുത്തിട്ട് അബ്കാരിന്റെ സൈറ്റിൽ കൊണ്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ വണ്ടി വരും, നിങ്ങളെ അറസ്റ്റ് ചെയ്യും. കാരണം ചെറിയ കുട്ടീൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഡ്രിങ്ക്സ് ചെയ്യണ ഒരു ഇതുണ്ട്. അത് റീൽസ് ആക്കിയിട്ട് അത് ഇട്ടിട്ടുമുണ്ട്. ഞാൻ അപ്പുറത്തെ സഞ്ജുവിന് ഇട്ട കമന്റ്, അത് സഞ്ജുവിന്റെ കേസ് വന്നു എന്ന് പറഞ്ഞിട്ട് മനോരമയിൽ ഒരു ഇത് വന്നു. അപ്പൊ യൂട്യൂബർമാരെ പരക്കെ ആക്ഷേപം ചെയ്തിട്ടാണ് ആളിട്ടത്. ഞാൻ ആളുടെ മനോരമയുടെ പേജിൽ ഈ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ആക്ഷൻ എടുക്കാൻ വെച്ചാൽ അയാളൊന്ന് ബുക്ക് ചെയ്തോട്ടെ, നല്ല കാര്യമല്ലേ. അപ്പൊ അതാണ് പറഞ്ഞത്, താൻ എങ്ങനെയാണോ ഉള്ളത് നോക്കില്ല, മറ്റുള്ളവർ നന്നാവണത് ഇഷ്ടമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പൊ മറ്റൊരു വീഡിയോ കാണുന്നവരെ അല്ലെങ്കിൽ മറ്റൊരു ടെക് വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ, സ്റ്റേ സേഫ്, ടേക്ക് കെയർ.